പള്ളിയുടെ വിഷയത്തിൽ വേണം നിങ്ങൾ ആലോചനാക്ക. അപ്പൊ ഞങ്ങൾ ബാനിയ നടക്കുമ്പോ ഞങ്ങൾ അങ്ങടിയിൽ ഞങ്ങൾ ബാനിയാക്കി ഉണ്ടിക്കുമ്പോ പള്ളിയിലെ ബാങ്ക് വിളിക്കട് ഈ കാമത്ത് കൊടുക്കണോ. ആ നിസ്കാരത്തെ നീ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടുണ്ടായെങ്ക 27 വട്ടം നിസ്കരിച്ച കൂലിയുണ്ട് ചൊന്നിട്ട് നീ നാലാമത്തെ ക്ലാസ്സിൽ പിന്നെ നീ 60 വയസ്സത്തോളം നീ എത്രമോ ആയിരക്കണക്കിന് വാല് കേട്ട് നിന്റെ മനസ്സിൽ അതിലൊട്ടുക മഹബത്ത് വന്നില്ലേ? എത്ര എല്ലാ ആൾമാർ കൊന്തില്ലേ ഈ നിസ്കാര ഇണ്ട് സുബഹുറക്ക് നീ ഔത്തിൽ നിസ്കരിച്ച നിസ്കാര അതേ നിസ്കാരത്തെ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ടായെങ്ക അതേ നിസ്കാരത്ത് റക്അത്ത് ജാസി നിസ്കരിക്കണ്ട, സുജൂദ് ജാസി ഇടണ്ട. 4 റക്അത്തിൽ 8 സുജൂദ് 4 റുകൂഹ് അത്രമേ ഉള്ളേ. പള്ളിയിൽ വന്നിട്ടുണ്ടായെങ്ക ജാസി റക്അത്തില്ലേ അതേ നിസ്കാരത്തെ പള്ളിയിൽ വന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ടായെങ്ക 27 വട്ടം നിസ്കരിച്ച കൂലിയുണ്ട് ചെന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഞങ്ങളുടെ പഠിപ്പാടി തന്നത് ഞങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ ദറജ കിട്ടുകല്ലേ, സ്വർഗത്തിൽ വലിയ സീറ്റ് കിട്ടുക വേണായിട്ടല്ലേ? ആലോചനാക്കി നോക്കോ. നീനൊരു അടക്ക ബാനിയ അടക്കൊണ്ട് കൃഷിയാക്കണോണോ? നിന്റെ ഒത്തിൽ 500 തെങ്ങിടെ തൈയുണ്ടോ, തെങ്ങുണ്ടോ? ആ തെങ്ങിൽ നിനക്കൊരു 2000 തേങ്ങ കിട്ടിട്ട് ആ തേങ്ങയുടെ നീ കൊണ്ടുപോയിട്ട് നീ അതിന് വിൽക്കുക വേണായിട്ട് നിൽക്കുമ്പോ BC റോഡ് പോയിട്ട് കേക്കിടെ എത്ര റേറ്റ് അങ്ങ് ചൊല്ലോ? തേങ്ങ എത്ര വില ഉണ്ട്? തേങ്ങ ഉണ്ടോന്നില്ല. ഞങ്ങളപ്പുറമുള്ള കാസർഗോഡ് തേങ്ങ ഇത് അല്ല റബ്ബർ തേങ്ങ. ഇവിടെ പിന്നെ ഇപ്പൊ എല്ലാ ഞങ്ങളെ ഇപ്പുറമുള്ള കൃഷിയുള്ള കൊറോടിയല്ലേ അല്ലേ? കൃഷി ആർക്ക് ആടെ ഒരക്കരയില് 500 കൈക്കൂടും അല്ലെ? അങ്ങനെ ഇപ്പൊ ഒരാൾ ഉദാഹരണക്ക് ഒരു 100 തേങ്ങ വിൽക്കുന്നുണ്ട്. തേങ്ങ എത്ര വില? തേങ്ങ ഒരു എണ്ണത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ 15 രൂപക്ക് കുട്ടി ശരാശരി ഹോൾസെയിൽ എടുത്തോളാം. ഒണാൽച്ചനാക്കട അങ്ങനെ മൈക്കാലത്തൊരു പിന്നൊരുത്ത വേറെ തേങ്ങയുടെ അങ്ങോട്ട് നമ്പർ മല്ലപ്പുറം പോയിട്ട് ഇപ്പൊ വേണ്ടേ അവിടെയും കളവേ ചൊല്ലോളൂ. ഇപ്പൊ വേണ്ടേ ഇപ്പൊ വേണ്ടേ ഒരുത്തർ കാണുന്നുണ്ട് അവിടെ എതിരിൽ പോണാക്കി കേൾക്കാവില്ലേ? അങ്ങനെ വല്ലതെല്ലാം പോയിട്ട് ഇപ്പൊ വേണ്ടേ പോണ്ട ഒരു തേങ്ങ എത്ര ഉള്ളപ്പാ? തേങ്ങ 17 രൂപ എടുത്തോളാം. അപ്പോൾ കണക്ക് കൂട്ടുക 100 തേങ്ങ ഉണ്ട് 2 രൂപ ജാസ്തി എടുത്ത് എത്ര ഇത്തപ്പാ? 200 രൂപ അല്ലേ? 200 എടുത്ത് 200 കിട്ടി കണക്കൂട്ടറ. ಏನು ಬಸ್ಸಲ್ಲಿ ಭಯಂಕರ ಲಗೇಜ್ ಕಣಕ್ಕೆ ಕೊಟ್ಟೆಂಗರು ಟಿಕೆಟ್ ಎಲ್ಲ ಕೊಟ್ಟರೆ 50 ರೂಪಾಯಿ ಜಾಸ್ತಿ ಕೊಡ್ತೆಂಗ್ಲು പിന്നെ 150 ರೂಪಾಯಿ ಜಾಸ್ತಿ കിട്ടും. 150 ರೂಪಾಯಿ ഭയങ്കര തെക്കല് ഭയങ്കര എന്തില്ലെങ്കിൽ ഒരു കിലോ മത്തി കിട്ടും. കണക്ക് കൂട്ടിട്ട് നമ്മൾ കൊണ്ടിട്ട് മൈക്കാലത്ത് കൊണ്ടേ കൊടുക്കൂടെ ഇല്ലേ? ഞങ്ങളെ സ്വഭാവം ചെറിയൊരു എക്സാമ്പിൾ ഞങ്ങൾ ചൊന്നു അങ്ങനല്ലേ? ഇത് നിന്റെ വിട്ടുപോണ്ട സ്വത്ത് ദുനിയാവ് നിന്റെ കൈ വിട്ടുകൊണ്ടുണ്ടോ? അതേ തേങ്ങടെ കൊണ്ടുപോയിട്ട് നീ മൈക്കാലത്ത് ബാനയാക്കിട്ട് 150 ರೂಪಾಯಿ ലാഭത്തിന് വേണായിട്ട് നീ പോയിട്ട് നേരിട്ട് വന്നിട്ട് ഔത്തുകെത്തുവാച്ചുള്ള ഗ്യാരണ്ടി നക്കില്ല നിങ്ങൾക്കില്ല. ഇണ്ടത്തെ വാല് കളഞ്ഞിട്ട് നാണ് നിന്റെ ഔത്തുകെത്തുവാച്ചുള്ളൊരു ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത നങ്ങ മുസ്ലിമേ ദുനിയാവിരട്ടക്ക് പിരിസ് നങ്ങ കൊണ്ടോ അവരുടെ മഹബത്ത് നങ്ങ കൊണ്ടോ നിന്റെ ഔത്തിൽ നിസ്കരിക്കട അതേ നിസ്കാരത്തെ പള്ളിയിൽ വന്ന് ജമാഅത്തായി നീ നിസ്കരിച്ചിട്ടുണ്ടായെങ്ക 27 വട്ടം നിസ്കരിച്ച കൂലി നങ്ങ കൊണ്ടോ ചൊന്നിട്ട് ആദരവായ നബിയേ മുഹമ്മദുർ റസൂലുള്ളാഹ് ആ നബി തങ്ങ ചൊന്നത് കളവല്ലല്ലേ? ആ നബി തങ്ങളുടെ മഹബത്ത് നങ്ങക്ക് വേണ്ടേ? ആ നബി തങ്ങ ചൊന്നതിന് വാസ്തവാക്കാണ് സ്വർഗ കിട്ടലല്ലേ? മുസ്ലിമേ നങ്ങ എങ്ങനെ അല്ലാഹ് കേക്ക് സ്വർഗ